ചേട്ടാ ഒരു ചായ, ഒരു സിഗരറ്റ് ഉണ്ടോ? ഹലോ ഹലോ, നീ എത്തിയില്ലേ? ഒരു കുഴപ്പമുണ്ട്. ഇവിടെ നിന്ന് ഇനി നേരത്തെ ബസ്സില്ല. അപ്പൊ ബാംഗ്ലൂരിലുള്ള ബസ്സോ? അന്വേഷിച്ചു, ഇനി അതില്ല. ഞാനിവിടെ ആകെ പെട്ട അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ വിറച്ചിട്ടും വയ്യ. നീ ഒന്ന് അടങ്ങ്. ഓരോന്ന് വരുത്തി വെക്കുമ്പോ ആലോചിക്കണം. തൽക്കാലം നീ അവിടെ എങ്ങാനും താമസിക്കാൻ നോക്ക്. കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. നീ ഇവിടുന്ന് വേഗം പോകാനുള്ള ട്രെയിനോ ബസ് ഉണ്ടോ നോക്ക്. ശരി, അതിന് നീ സ്ഥലം കണ്ടുപിടിക്ക്. അധികാരോട് സംസാരമൊന്നും വേണ്ട. ഭക്ഷണം പാഴ്സൽ മേടിച്ചാൽ മതി. ഡാ, പിന്നെ ആ വിവരം വല്ലതും ഉണ്ടെങ്കിൽ പറയണം. പിന്നെ എല്ലാരും നോക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടി ഞാൻ അറിയിക്കാം. നീ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടൽ റൂം എടുക്കാൻ നോക്ക്. റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. തൽക്കാലം നിന്റെ സിം എടുത്ത് കളഞ്ഞേക്ക്. കുറെ നേരമായല്ലോ സാറേ, എങ്ങോട്ടാ പോണ്ടേ? ചേട്ടാ വണ്ടി എടുക്കും, ഞാൻ പറയാം. സാറ് ഈ നാട്ടുകാരനല്ലേ? ആണെങ്കിൽ വല്ല ഓഫർ ഉണ്ടോ? അല്ല, സാർ എന്താ ഈ നേരത്തെ ഇവിടെ വന്ന്? തനിക്ക് എന്തൊക്കെ അറിയണം? അല്ല, ചുമ്മാ ചോദിച്ചതാ. സാറിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടാ? ഇല്ല. എന്തേ? അല്ല, സാർ കേറിയപ്പോ തൊട്ടൊരു കാർ ബാക്കിലുണ്ടല്ലോ. ഒന്ന് പോയിടോ. സാറ് വല്ല പണി ഒപ്പിച്ചിട്ടാണോ വന്നേ? എൻ്റെ പൊന്ന് ചേട്ടാ, നാഷണൽ ഹൈവേ എൻ്റെ അച്ഛൻ്റെ അല്ല, ചേട്ടൻ്റെ അച്ഛൻ്റെ അല്ല. അതിൽ ആര് വേണേലും പൊക്കോട്ടെ. എത്രയായി? ഒരു 150. ഗുഡ് ഈവനിങ് സർ, ഹാപ്പി ടു സെർവ് യു. റൂംസ് അവൈലബിൾ ആണോ? യെസ് സർ, അവൈലബിൾ ആണ്. സൂപ്പർ ഡിലക്സ് 2000 പ്ലസ് ടാക്സ്. ആ, എന്നാ അതെടുത്തോ. ഓക്കെ സർ, ഡിലക്സ് എടുക്കാം. ഓക്കെ സർ. സർ, ചെക്കൗട്ട് ടൈം സർ? 2 ദിവസം. സർ, ഐ ഡി പ്ലീസ്. ആരും എടുത്തിട്ടില്ല. സോറി സർ, ഐ ഡി ഇല്ലാതെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല സർ. ഇത് വിളിക്ക്. സോ ഓക്കെ, താങ്ക് യു സർ. സർ, നെയിം? ടോണി എബ്രഹാം. ഓക്കെ. സർ, സെക്കൻഡ് ഫ്ലോർ. താങ്ക് ഗുഡ് യു. സ്റ്റേ സർ. യെസ് സർ. ഇവിടെ വല്ല കുപ്പി വല്ലതും കിട്ടുമോ? ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. യെസ് സർ. സർ, റൂമിലേക്ക് പോയിക്കോളൂ, നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.
നോക്കി. എന്നിട്ട് എന്തായി? അത് പോസിറ്റീവ് ആയിട്ടാ കാണിക്കുന്നേ. നീ എന്താ ഒന്നും പറയാതെ കട്ട് ചെയ്യുന്നേ? നീ ഇതൊക്കെ തന്നെ എന്നോട് പറയണേ? നിന്റെ ബോഡിയല്ലേ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. നീ എന്താ ഇങ്ങനെ? ഞാൻ നിന്റെ അടുത്ത് അല്ലാണ്ട് ഇതൊക്കെ വേറെ ആരോടാ പറയാ? നീ ആരോടെങ്കിലും പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. നീ സീരിയസ് ആയിട്ട് പറയണതൊക്കെ? നീ ഇങ്ങനെയൊക്കെ പറയാണെങ്കിൽ ഞാൻ ചത്ത് കളയൂട്ടാ. നീ ചാവേ ജീവിക്കേ എന്താ ചെയ്തോ, എനിക്കൊന്നും അറിയണ്ട. ഓ സാർ വന്നോ? കുപ്പി റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു കോൾ ചെയ്യാനായിരുന്നു. ഷുവർ സാർ. ഫോൺ കേടായി. എന്തായി? നീ പേടിക്കണ്ട, പോലീസ് വന്ന് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ്. നിനക്ക് ഭാഗ്യമുണ്ട്. എന്താടാ? സൂയിസൈഡ് നോട്ടൊന്നും കിട്ടിയിട്ടില്ല. വീട്ടുകാർക്കും പ്രത്യേകിച്ചൊന്നും അറിയില്ല. നാളത്തോടു കൂടി ബാക്കി പരിപാടികളൊക്കെ തീരും. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. നാളെ തിരിച്ചു വരാൻ നോക്ക്. ഉറപ്പല്ലേ? നിന്നവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നീ കാണിച്ച ചെറ്റത്തരാണ്. ഇനിയെങ്കിലും നന്നായിക്കോ. നോക്കാം. ഇപ്പഴാണ് സമാധാനായത്. ഇനിയിപ്പോ കൂടുതൽ അവിടെ നിൽക്കണ്ട, നിങ്ങൾ തിരിച്ചു പോരെ. ആയിക്കോട്ടെ, ഞാൻ വരാം. സാർ സെക്കൻഡ് ഫ്ലോർ 203. ടോണിയല്ലേ? അതെ. എന്നെങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല? നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ചേട്ടാ ഒന്ന് സ്റ്റാൻഡിലേക്കാക്കി വരും. ഇല്ല, ഞാൻ ആ ബൈക്കല്ല, ഞാൻ വേറെ അടുത്തേക്കാ. പ്ലീസ് ചേട്ടാ. സർ സർ റൂം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് റൂമിൽ ആളെ കാണാനുണ്ട്. സോറി സർ, അദ്ദേഹം പോയിട്ടുണ്ട്. അന്ന് എൻ്റെ റൂം വെക്കേറ്റ് ചെയ്തോ, ബില്ലെടുത്തോ. ചേട്ടാ, തൊടുപുഴയ്ക്കുള്ള ഡയറക്ടർ ബസ് ഉണ്ടോ? തൊടുപുഴക്കുള്ള ബസ് പോയല്ലോ. പോയാ ഇനിയിപ്പോ ചേട്ടാ ചേട്ടാ സ്റ്റാൻഡ് വരെ ഒന്ന് ആക്കി തരൂ. ആ കയറിക്കോ.
ചേട്ടാ എന്നെ എവിടേക്കാ? ഞാൻ തൃശ്ശൂർക്ക്. തൃശ്ശൂർക്കാണോ? ഞാൻ തൃശ്ശൂർക്കാ. തൃശ്ശൂർ വരെ ഞാൻ ഉണ്ടാവുണ്ടോ? ആ, ഇതെവിടുന്ന ഈ നേരത്തെ ഒറ്റയ്ക്ക്? ആകെ വലക്കെട്ട് സീനാണ് ചേട്ടാ. എന്താ ഇത്ര വലിയ സീന്? ഒന്നും പറയണ്ട ചേട്ടാ, അതൊരു വലിയ കഥയാ. നീ പറ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയാ, അവിടെ ആ പെണ്ണാണെങ്കിൽ. അതെങ്ങനെടാ പ്രണയത്തിൽ ഇത്ര വലകള്? എന്ത് ചെയ്യാനാ, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. ഞാനും ആ മൈൻഡിലെടുത്തേ. പക്ഷെ അവൾ അതിൽ കയറി തൂങ്ങി. ആ പെണ്ണ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നുള്ളത് ശരിയാണ്, അത് രണ്ട് കൂട്ടരെ അറിഞ്ഞിട്ടാണെങ്കിൽ. ഇതിപ്പോ ഒരാൾക്ക് പ്രേമവും ഒരാൾക്ക് കാമമാണെങ്കിൽ അതെങ്ങനെയാ ശരിയാവാ? ചേട്ടാ അടുത്ത വല ഉണ്ടല്ലോ. ഹേയ് ഇങ്ങോരെ ഹോട്ടലിൽ കണ്ടിട്ടുണ്ടാണല്ലോ. പറയടാ. നീ വീട്ടിലുണ്ടോ? അവളോടല്ലേ? അവളോട് ഉണ്ടായിരുന്നല്ല. അവളെന്താ ഫോൺ എടുക്കാത്തത്? ആ നോക്കട്ടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ലല്ലോ. വിളിച്ചു ഫോൺ എടുക്കുന്നില്ല. ഹലോ, എന്തെങ്കിലും ഒന്ന് പറ. ഹലോ. ആ നായിന്റെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ വിടരുത്. ഹലോ പറടാ. നീ എവിടെ എത്തി? ഞാനിപ്പോ എടപ്പാളെത്തിന്ന് തോന്നുന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെറിയൊരു വിഷയം എന്താന്ന് വെച്ചാല് അവളുടെ ഏട്ടൻ എന്തൊക്കെയോ സംശയമുണ്ട്. പുള്ളി ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചോ. പുള്ളിയുടെ ഫോട്ടോ ഞാൻ നിനക്കൊന്ന് അയച്ചു തരാം. ചേട്ടാ വരെ രാത്രിയോടെ നിന്റെ കഴക്കുത്തിക്കണം. പെട്ടെന്ന് പെട്ടക്കല്ലടാ. ഇനി ഒരു പെണ്ണിനീ ഗതി വരരുത്.